ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോഡിറേക്ക. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കളക്ഷൻസിന്റെ തേർഡ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്, അതായത് കളക്ഷൻ ആൻഡ് മാപ്പ് ഹൈറാർക്കി. അപ്പൊ ഇതിന് മുമ്പത്തെ വീഡിയോസിൽ ഞാൻ കളക്ഷൻസിന്റെ ഇൻട്രോഡക്ടറി പാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ കളക്ഷനും അറേയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് കവർ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കാണാം, ലിങ്ക് ആയി പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ കളക്ഷൻ ഫ്രെയിംവർക്കിനകത്ത് കടക്കുന്നതിന് മുന്നേ നമ്മൾ കളക്ഷനും ഫ്രെയിംവർക്കും എന്താണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. അതായത് കളക്ഷൻ എന്ന് പറയുമ്പോൾ collection is a single entity or object which can store multiple data. നമുക്ക് മൾട്ടിപ്പിൾ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു സിംഗിൾ എൻറ്റിറ്റി അഥവാ ഒരു ഒബ്ജക്റ്റിനെയാണ് നമ്മൾ കളക്ഷൻ എന്ന് പറയുന്നത്. ഫ്രെയിംവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സെറ്റ് ഓഫ് പ്രീ ഡിഫൈൻഡ് ക്ലാസസും ഇന്റർഫേസസും ഉള്ള ഒരു ലൈബ്രറിയാണ് ഫ്രെയിംവർക്ക്. റെപ്രസെന്റ്സ് ലൈബ്രറി വിച്ച് ഹാസ് പ്രീ ഡിഫൈൻഡ് ക്ലാസസ് ഓർ ഇന്റർഫേസസ്. ഇത് രണ്ടുകൂടെ കളക്ഷനും ഫ്രെയിംവർക്കൂടെ ചേർന്ന് കളക്ഷൻ ഫ്രെയിംവർക്ക് ആകുമ്പോൾ എന്താ പറ്റുക? മൾട്ടിപ്പിൾ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന പ്രീ ഡിഫൈൻഡ് ക്ലാസസ് ഓർ ഇന്റർഫേസസിനെയാണ് നമ്മൾ കളക്ഷൻ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ കളക്ഷൻ എന്താണ്, ഫ്രെയിംവർക്ക് എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഈ കളക്ഷൻ ഫ്രെയിംവർക്ക് എന്താണെന്ന് അത് ചേർത്തുള്ള ഡെഫിനിഷനാണ് കളക്ഷൻ ഫ്രെയിംവർക്ക്. ഓക്കെ, ഈ കളക്ഷൻ ഫ്രെയിംവർക്കിനകത്ത് രണ്ട് പാർട്സ് ഉണ്ട്. അതായത് java.util.collection ഉണ്ട്, java.util.map ഉണ്ട്. java.util.collection എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കളക്ഷനകത്ത് ഡേറ്റ ഡയറക്റ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാം. പക്ഷെ മാപ്പ് ആണെങ്കിൽ നമുക്കൊരു കീ വാല്യൂ പെയർ ആയിട്ടേ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതെങ്ങനെയാണെന്ന് ഞാൻ എക്സാമ്പിൾ വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പൊ കളക്ഷൻ ഫ്രെയിംവർക്കിന്റെ ടു പാർട്സ് ആണ് java.util.collection, java.util.map. ഈ രണ്ടെണ്ണത്തിന്റെ ഹൈറാർക്കി നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് ഇതാണ് കളക്ഷൻ ഫ്രെയിംവർക്ക് ഹൈറാർക്കി. അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, കളക്ഷനും ഉണ്ട്, മാപ്പും ഉണ്ട്. ഈ കളക്ഷനകത്ത് വരുന്നതാണ് ഇത്രയും പാർട്ട്, മാപ്പിനകത്ത് വരുന്നതാണ് ഈ റൈറ്റ് സൈഡ് പാർട്ട്. ഈ കളക്ഷൻ എന്ന് പറയുന്നത് ഒരു ഇന്റർഫേസ് ആണ്. അതിന്റെ അകത്ത് കുറച്ച് സെറ്റ് ഓഫ് ഇന്റർഫേസും ക്ലാസസും ഉണ്ട്. ഈ ഓറഞ്ച് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ കുറച്ച് പ്രീ ഡിഫൈൻഡ് ഇന്റർഫേസ് ആണ്. ഈ ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് പ്രീ ഡിഫൈൻഡ് ക്ലാസ് ആണ്. ഈ കളക്ഷൻ ഇന്റർഫേസിനകത്ത് വരുന്ന മറ്റ് ഇന്റർഫേസുകളാണ് ലിസ്റ്റ് ഉണ്ട്, ക്യൂ ഉണ്ട്, DQ ഉണ്ട്, സെറ്റ് ഉണ്ട്. ഇനി ഓരോന്നിനകത്തും കുറച്ച് സെറ്റ് ഓഫ് പ്രീ ഡിഫൈൻഡ് ക്ലാസ് ഉണ്ട്. ലിസ്റ്റ് ഇന്റർഫേസിനകത്ത് വരുന്നതാണ് അറേ ലിസ്റ്റ്, അതുപോലെ വെക്ടർ, ലിങ്ക്ഡ് ലിസ്റ്റ്. അതുപോലെ തന്നെ ഇപ്പൊ സെറ്റിനകത്ത് വരുന്നതാണ് ഹാഷ് സെറ്റ്, ലിങ്ക്ഡ് ഹാഷ് സെറ്റ്. സെറ്റിനകത്ത് തന്നെ വീണ്ടും ഒരു ഇന്റർഫേസ് വരുന്നുണ്ട്, അതാണ് സോർട്ടഡ് സെറ്റ്. ആ ഇന്റർഫേസിന്റെ അകത്താണ് ട്രീ സെറ്റ് വരുന്നത്. ഓക്കെ, ഈ ഓറഞ്ചിൽ മാർക്ക് ചെയ്തിരിക്കുന്നതൊക്കെ ഇന്റർഫേസുകളാണ്. ബ്ലൂവിനകത്ത് വരുന്നത് ക്ലാസ്. ചില ഇന്റർഫേസിനകത്ത് സബ് ഇന്റർഫേസ് ഉണ്ട്, അതിനകത്താണ് ഈ ക്ലാസ്സുകൾ വരുന്നത്. ഓക്കെ, അതുപോലെ മാപ്പ് ഇന്റർഫേസിനകത്ത് വരുന്നതാണ് നമ്മുടെ ഹാഷ് ടേബിള്, ഹാഷ് മാപ്പ്, അതുപോലെ തന്നെ സോർട്ടഡ് മാപ്പ് എന്ന് പറഞ്ഞ ഇന്റർഫേസ്. ആ ഇന്റർഫേസിനകത്താണ് ട്രീ മാപ്പ് വരുന്നത്. ട്രീ സെറ്റും ഉണ്ട്, ട്രീ മാപ്പും ഉണ്ട്. ട്രീ സെറ്റ് വരുന്നത് കളക്ഷനിലാണ്, ട്രീ മാപ്പ് വരുന്നത് മാപ്പിലാണ്. ഓക്കെ, അപ്പൊ ഈ ഇമേജ് ജസ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഏത് ക്ലാസ് ഏതൊക്കെയാണ് ക്ലാസ്, ഏതൊക്കെയാണ് ലിസ്റ്റ് എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ ഇതൊരു എക്സാമ്പിൾ വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അറേ ലിസ്റ്റ് എടുക്കാം. ഓക്കെ, ഞാനിപ്പോ ഫസ്റ്റ് അറേ ലിസ്റ്റ് എടുക്കുകയാണ്. അറേ ലിസ്റ്റിന് ഒരു പേര് കൊടുക്കുകയാണ്, AL = new അറേ ലിസ്റ്റ് കൊടുത്തു. അപ്പോ ഇവിടെ അറേ ലിസ്റ്റ് ഇമ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടാണ് എറർ വരുന്നത്. ഓക്കെ, അപ്പൊ അറേ ലിസ്റ്റ് കൊടുക്കും. ഈ അറേ ലിസ്റ്റിനകത്ത് എനിക്ക് എലമെന്റ്സ് ആഡ് ചെയ്യണം അല്ലെ. അപ്പൊ AL.elements ആഡ് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞു ആഡ് മെത്തേഡ് വിളിച്ചാൽ മതി. അപ്പൊ ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ അറേ ലിസ്റ്റിനകത്ത് നമുക്ക് ഇപ്പോ ഇൻഡിജർ ആയിക്കോട്ടെ, ഫ്ലോട്ട് ആയിക്കോട്ടെ, സ്ട്രിംഗ് ആയിക്കോട്ടെ, ക്യാരക്ടർ ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും സ്റ്റോർ ചെയ്യാം. പക്ഷെ അത് എന്ത് സ്റ്റോർ ചെയ്താലും അതൊരു ഒബ്ജക്റ്റ് ആയിട്ടാണ് സ്റ്റോർ ആവുന്നത്. ഓക്കെ, അത് ഇൻഡിജറോ സ്ട്രിംഗോ ആയിട്ടല്ല, അതൊരു ഒബ്ജക്റ്റ് ആയിട്ടാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന എന്ത് വാല്യൂ സ്റ്റോർ ആവുന്നത്. അതായത് ഞാൻ ഇവിടെ ആഡ് മെത്തേഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ആഡ് മെത്തേഡിന്റെ പാരാമീറ്റർ തന്നെ കാണിക്കുന്നത് ഒബ്ജക്റ്റ് എന്നാണ്. നമ്മൾ എന്ത് പാസ് ചെയ്യുന്നത് അത് ഒബ്ജക്റ്റ് ആയിട്ടാണ് പ്രോസസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഞാനിവിടെ 10 കൊടുത്തു, ഒരു ഇൻഡിജർ വാല്യൂ കൊടുത്തു. അതുപോലെ തന്നെ AL.add എനിക്ക് വേണമെങ്കിൽ ഒരു ഫ്ലോട്ട് വാല്യൂ കൊടുക്കാം, 90.76. ഓക്കെ, അതുപോലെ തന്നെ എനിക്ക് സ്ട്രിംഗ് കൊടുക്കാം. ഇനി എന്ത് വേണമെങ്കിലും എനിക്ക് ഇവിടെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ടൈപ്പ് ഒരു പ്രശ്നമല്ല അല്ലെ. അപ്പൊ കോഡിറേക്ക കൊടുക്കും. ഓക്കെ, ഇങ്ങനെ എനിക്ക് ഇൻസേർട്ട് ചെയ്ത് പോവാം ഒരു അറേ ലിസ്റ്റിലാണെങ്കിൽ. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് ഇപ്പൊ ഈ ഇമേജ് വെച്ചിട്ട് ഞാൻ പറഞ്ഞു അറേ ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രീ ഡിഫൈൻഡ് ക്ലാസ് ആണ്, ശരിയല്ലേ? അപ്പൊ ഈ ക്ലാസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ ക്രിയേറ്റ് ചെയ്ത ക്ലാസ് ആണ് ഈ കളക്ഷൻ സെറ്റ്സ്.
എന്നിട്ട് എനിക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ ഈ ക്ലാസ്സിനകത്ത് വരും. ഇതൊരു യൂസർ ഡിഫൈൻഡ് ക്ലാസ് ആണ്. നമുക്ക് ജാവയിൽ യൂസർ ഡിഫൈൻഡും ഉണ്ട്. യൂസർ ഡിഫൈൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ പ്രീ ഡിഫൈൻഡ് ഉണ്ട്. പ്രീ ഡിഫൈൻഡിനകത്ത് വരുന്നതാണ് നമ്മുടെ ഈ അറേ ലിസ്റ്റ് എന്ന് പറഞ്ഞ ക്ലാസ്. ഈ അറേ ലിസ്റ്റ് ക്ലാസ് ആണോ എന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നാം. അറേ ലിസ്റ്റിൽ മൗസ് ഓവർ ചെയ്തിട്ട് കൺട്രോൾ ക്ലിക്ക് ചെയ്താൽ മതി. ഇതാ അറേ ലിസ്റ്റിന്റെ ക്ലാസ്സിലേക്കാണ് പോകുന്നത്. ക്ലാസ് അറേ ലിസ്റ്റ് കണ്ടോ. ഇതിന്റെ അകത്ത് ഈ അറേ ലിസ്റ്റിന് എന്തൊക്കെ ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഇവിടെ കോഡിങ്ങിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് കുറെ സെറ്റ് ഓഫ് കുറെ മെത്തേഡ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അതായത് അറേ ലിസ്റ്റിനകത്ത് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസ്. ഇപ്പൊ നമ്മുടെ ക്ലാസ്സിനകത്ത് നമ്മൾ അഡീഷൻ സബ്ട്രാക്ഷൻ ഒക്കെ ചെയ്യുമല്ലോ. അതുപോലെ തന്നെ ഈ അറേ ലിസ്റ്റിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളും ഇതുപോലെ പ്രീ ഡിഫൈൻഡ് ക്ലാസ്സിനകത്ത് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ അറേ ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രീ ഡിഫൈൻഡ് ക്ലാസ് ആണെന്ന് മനസ്സിലായല്ലോ. ഈ അറേ ലിസ്റ്റ് എന്ന് പറഞ്ഞ പ്രീ ഡിഫൈൻഡ് ക്ലാസ് ആണ്. ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഒരു ഇന്റർഫേസിനെയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എക്സ്റ്റെൻസ് കീവേഡ് യൂസ് ചെയ്യും. പക്ഷെ ഒരു ഇന്റർഫേസിനെ ആണെങ്കിൽ നമ്മൾ എപ്പോഴും എക്സ്റ്റെൻഡ് എന്ന് പറയില്ല, ഇംപ്ലിമെന്റ്സ് എന്നാണ് പറയുന്നത്. ഇത് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് ലിസ്റ്റിനെയാണ്, അല്ലെ? ലിസ്റ്റ് ഒരു ഇന്റർഫേസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കണ്ടോ, ഇംപ്ലിമെന്റ്സ് ലിസ്റ്റ്. അറേ ലിസ്റ്റ് എന്ന് പറഞ്ഞത് ഒരു പ്രീ ഡിഫൈൻഡ് ക്ലാസ് ആണ്. അത് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് ലിസ്റ്റിനെയാണ്. ഓക്കെ, മനസ്സിലായല്ലോ? ഇങ്ങനെയാണ്. അപ്പൊ ഇങ്ങനെ ഹൈറാർക്കി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാം എഴുതിയിട്ട് കൺട്രോൾ ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഇമേജുമായിട്ട് നിങ്ങൾ മാച്ച് ചെയ്ത് നോക്കിയാൽ മതി. അതുപോലെ തന്നെ ഇപ്പൊ വേണമെങ്കിൽ ഞാൻ ഹാഷ് സെറ്റ് കാണിക്കാം. ഹാഷ് സെറ്റ് എന്ന് പറയുന്നത് ഒരു പ്രീ ഡിഫൈൻഡ് ക്ലാസ് ആണെന്ന് പറഞ്ഞല്ലോ. ഇവിടെ വന്നിട്ട് ഞാനൊരു ഹാഷ് സെറ്റ് ഡിക്ലെയർ ചെയ്യാണ്. ഹാഷ് സെറ്റ് ഈക്വൽ ടു ഹാഷ് സെറ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ ഹാഷ് സെറ്റ് ഇമ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടാണ് എറർ കാണിക്കുന്നത്. ഇനി ഹാഷ് സെറ്റിനകത്തും നമുക്ക് അറേ ലിസ്റ്റിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുത്തതുപോലെ എലമെന്റ്സ് കൊടുക്കാം. ആഡ് വിളിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും സ്ട്രിങ്ങോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇപ്പൊ ക്യാരക്ടർ വേണമെങ്കിൽ ക്യാരക്ടർ കൊടുക്കാം. ആഡ് ഓഫ് ക്യാരക്ടർ കൊടുക്കുകയാണ്. അതുപോലെ ഇന്റിജർ വേണമെങ്കിൽ ഇന്റിജർ, ഇങ്ങനെ എലമെന്റ്സ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം ഹാഷ് സെറ്റിൽ. അപ്പൊ ഹാഷ് സെറ്റ് ഇമേജ് വെച്ചിട്ട് എന്താണ്, ഒരു പ്രീ ഡിഫൈൻഡ് ക്ലാസ് ആണ്, അല്ലെ? അതായത് ഇവിടെ ഹാഷ് സെറ്റ് കൺട്രോൾ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ ക്ലാസ് ഹാഷ് സെറ്റ്. ഈ ക്ലാസ്സിനകത്ത് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന കുറെ മെത്തേഡുകളും കാര്യങ്ങളും എല്ലാം എന്താ ഇവിടെ കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ഹാഷ് സെറ്റ് എന്തിനാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നത്? ഇന്റർഫേസിനെ ഇൻഹെറിറ്റ് ചെയ്യുന്നത് സെറ്റിനെയാണ്. അറേ ലിസ്റ്റ് എന്ന് പറയുന്നത് ലിസ്റ്റിനെ ആയിരുന്നു ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് സെറ്റിനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇവിടെ വന്ന് നോക്കി കഴിയുമ്പോൾ ഹാഷ് സെറ്റ് എന്ന് പറഞ്ഞ ക്ലാസ് ഇംപ്ലിമെന്റ്സ് സെറ്റ്. മനസ്സിലായല്ലോ? ഇതിനകത്ത് ഇങ്ങനെ ഏത് എക്സാമ്പിൾ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഇങ്ങനെ കാണാം. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണിക്കുന്ന ഇത്രയാണ് കളക്ഷൻസിനകത്ത് വരുന്നത്. ബാക്കി റൈറ്റ് സൈഡിൽ വരുന്നത് നമ്മുടെ മാപ്പ് ഇന്റർഫേസിനകത്ത് വരുന്നതാണ്. അപ്പൊ ഇതിനകത്ത് മിക്കവാറും ഇന്റർവ്യൂസിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ അറേ ലിസ്റ്റും ലിങ്ക്ഡ് ലിസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അതുപോലെ അറേ ലിസ്റ്റും ഹാഷ് സെറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഈ രണ്ടും, അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ അറേ ലിസ്റ്റും ഹാഷ് സെറ്റും എടുക്കുകയാണെന്ന് വിചാരിക്കുക. രണ്ടും കളക്ഷൻ ഒബ്ജക്റ്റ് ആണ്, അല്ലെ? അപ്പൊ അറേ ലിസ്റ്റ് ഇവിടെ, ഹാഷ് സെറ്റ് ഇവിടെ, രണ്ടും കളക്ഷൻ ഒബ്ജക്റ്റ് ആണ്. പക്ഷെ അതിന്റെ വർക്കിംഗ് ഡിഫറെന്റ് ആണ്, അതിന്റെ പ്രോപ്പർട്ടീസും ഡിഫറെന്റ് ആണ്. കളക്ഷനകത്ത് വരുന്നത് ലിസ്റ്റിനകത്താണ് അറേ ലിസ്റ്റ് വരുന്നത്, പക്ഷെ സെറ്റ് ഇന്റർഫേസിനകത്താണ് ഹാഷ് സെറ്റ് വരുന്നത്, അല്ലെ? അപ്പൊ അതിന്റെ വർക്കിംഗ് ഡിഫറെന്റ് ആണ്. കളക്ഷൻ ഒബ്ജക്റ്റ് ആണ് രണ്ടും, ബട്ട് അതിന്റെ ഇന്റേണൽ വർക്കിങ്ങും അതിന്റെ പ്രോപ്പർട്ടീസും എല്ലാം ഡിഫറെന്റ് ആണ്. ഓക്കെ, ഇനി നമ്മളിപ്പോ മാപ്പിന്റെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോ വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മളിപ്പോ കളക്ഷനകത്ത് ഡേറ്റ ഡയറക്റ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാന്ന് പറഞ്ഞു. മാപ്പിനകത്ത് കീ വാല്യൂ പെയർ ആയിട്ടേ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ ഈ കളക്ഷന്റെ ഏത് എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാനിപ്പോ അറേ ലിസ്റ്റ് കാണിച്ചു, ഹാഷ് സെറ്റ് കാണിച്ചു, എന്തിനകത്ത് നമുക്ക് ഒരു ആഡ് മെത്തേഡ് വിളിച്ചിട്ട് നമുക്ക് ഡേറ്റ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. പക്ഷെ മാപ്പിനകത്ത് നമ്മൾ ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കീ വാല്യൂ പെയർ ആയിട്ട് മാത്രമേ നമുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. എക്സാമ്പിൾ ആയിട്ട് മാപ്പിനകത്ത് ഹാഷ് മാപ്പ് എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഞാൻ ഇവിടെ ഇപ്പോ ഹാഷ് മാപ്പ് എടുക്കുകയാണ്. ഹാഷ് മാപ്പ് എന്തെങ്കിലും ഒരു പേര്, മാപ്പ് ഈക്വൽ ടു ഹാഷ് മാപ്പ്. ഓക്കെ, ഒരു ഹാഷ് മാപ്പ് ഞാനിവിടെ ഡിക്ലെയർ ചെയ്തു. ഇവിടെ ഹാഷ് മാപ്പ് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കണം.
ഇനി ഹാഷ് മാപ്പിനകത്ത് ഞാനിപ്പോ എലമെന്റ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാൻ തുടങ്ങുമ്പോൾ ആഡ് എന്ന് പറഞ്ഞ മെത്തേഡ് ഇല്ല. നമ്മൾ എപ്പോഴും മാപ്പിനകത്ത് എലമെന്റ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പുട്ടാണുള്ളത്. ഓക്കെ, ആഡ് എന്ന് പറയുന്നത് കളക്ഷൻസിന് മാത്രമാണ്. മാപ്പ് ഇന്റർഫേസിൽ വരുമ്പോൾ പുട്ടാണുള്ളത്. അപ്പൊ ഈ പുട്ട് നമ്മൾ സെലക്ട് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം 2 ഒബ്ജക്റ്റ് പാരാമീറ്റർ ആയിട്ടുണ്ട്. ഒന്നാമത്തെ കീയും രണ്ടാമത്തെ വാല്യൂ. നമ്മൾ കളക്ഷൻസിലാവുമ്പോൾ നമ്മൾ ആഡ് മെത്തേഡ് വിളിക്കുമ്പോൾ അതിനകത്ത് ഒരു പാരാമീറ്റർ പാസ് ചെയ്താൽ മതിയാകും അല്ലെ. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് വാല്യൂ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണോ കൊടുക്കാം. പക്ഷെ ഇതിനകത്ത് പുട്ടിനകത്ത് കീയും ഉണ്ട് വാല്യൂ ഉണ്ട്. കീ എന്ന് പറയുന്നത് ഞാനിപ്പോ എന്തെങ്കിലും ഒരെണ്ണം കൊടുത്തു. വാല്യൂ എന്ന് പറയുന്നത് ഞാനിപ്പോ ഒരു സ്ട്രിങ്ങിനകത്ത് എ കൊടുക്കും. ഞാനിപ്പോ സ്ട്രിങ്ങിനകത്ത് എന്തെങ്കിലും ഒരു പേര് കൊടുക്കാം, അല്ലെങ്കിൽ ഞാൻ 5 എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി വേറെ കുറച്ച് വാല്യൂസ് കൂടി എനിക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ രണ്ടാമത്തെ വാല്യൂ ഈ വേറൊരു കൊടുക്കുകയാണ്, എന്നിട്ട് ഇവിടെ കൊടുക്കുകയാണ് 5. ഓക്കെ, ഇനിയിപ്പോ എനിക്ക് ഈ മാപ്പ് പ്രിന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സിസ്ഔട്ടിന്റെ അകത്ത് നമ്മൾ ഒരു മെത്തേഡ് ഉണ്ട് വാല്യൂസ് എന്ന് പറഞ്ഞു. അതായത് വാല്യൂസിനെ വിളിക്കുമ്പോൾ ഇത് മാപ്പിന്റെ കീ ആണല്ലോ, ഇത് വാല്യൂ. അപ്പൊ നമ്മുടെ വാല്യൂസ് പ്രിന്റ് ആവും. വാല്യൂസ് എന്ന് പറയുമ്പോൾ 5ഉം 5ഉം ആണല്ലോ വാല്യൂസ്. ഇത് 2 കീ ആണ്, അപ്പൊ വാല്യൂസ് പ്രിന്റ് ആവും. ഞാനിത് റൺ ചെയ്തപ്പോ 5ഉം 5ഉം പ്രിന്റ് ആയി. ഓക്കെ, അപ്പൊ ഈ മാപ്പിന്റെ അകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ കീ എന്ന് പറയുന്നത് എപ്പോഴും യുണീക്ക് ആണ്. കീ നമ്മൾ ഒരു തവണ കൊടുത്ത ഒരു നമ്പർ നമ്മൾ എന്താണോ കീ കൊടുത്തത് അത് വീണ്ടും യൂസ് ചെയ്യാൻ പാടില്ല. ഇനി അത് യൂസ് ചെയ്താൽ തന്നെ ആദ്യം കൊടുക്കുന്നതിനെ അത് ഓൾറെഡി ചെയ്യത്തേ ഉള്ളൂ. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ 1 വീണ്ടും യൂസ് ചെയ്യുകയാണെന്ന് വിചാരിക്കും. ഓക്കെ, 1 വീണ്ടും യൂസ് ചെയ്തിട്ട് ഇവിടെ വാല്യൂ ഞാൻ 5 കൊടുക്കും. ഇത് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കിടക്കുന്നതിനെ അത് ഓൾറെഡി ചെയ്യും, പുതിയ വാല്യൂ മാത്രമേ വരത്തുള്ളൂ. അപ്പൊ ഞാനിത് പ്രിന്റ് ചെയ്യുമ്പോൾ 5ഉം 5ഉം മാത്രമേ വരും. 5ഉം 5ഉം മനസ്സിലായല്ലോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാപ്പിൽ യുണീക്ക് ആണ്. അപ്പൊ പക്ഷെ വാല്യൂ എന്ന് പറയുന്നത് യുണീക്ക് ആവണമെന്നില്ല. അപ്പൊ ഞാനിവിടെ 5 വീണ്ടും കൊടുത്തെന്ന് വിചാരിക്കുക, എന്നിട്ട് ഇവിടെ വേറെ എന്തെങ്കിലും വാല്യൂസ് യുണീക്ക് ആയ പ്രശ്നമുണ്ടോ എന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് വരാം. അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ 2 5 വരും. 2 5 വന്നു. ഓക്കെ, അപ്പൊ കീ എന്ന് പറയുന്നത് എപ്പോഴും യുണീക്ക് ആയിരിക്കണം. അഥവാ അങ്ങനെ അല്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം കിടക്കുന്നതിനെ അത് ഓവർ റൈഡ് ചെയ്തേ. ഇനി വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ റെഫറൻസ് ആയിട്ട് കൊടുക്കാം. അതായത് ഞാനിപ്പോ കൊടുത്തതാണ് ലിസ്റ്റ് L1 ഈക്വൽ ടു ന്യൂ ഹാഷ് സെറ്റ്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും എറർ ഉണ്ടോ എന്ന് ചോദിക്കും ചിലപ്പോൾ. അതായത് ഹാഷ് സെറ്റ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്. ഞാനിപ്പോ ലിസ്റ്റ് കൊടുത്തു. ഇപ്പൊ ഞാനിവിടെ ലിസ്റ്റ് ഇമ്പോർട്ട് ചെയ്തു. അപ്പൊ അതാ ഇവിടെ എറർ വരുന്നുണ്ട്. ഇത് എന്താണ് എറർ വന്നത്? ഈ ഹാഷ് സെറ്റ് എന്ന് പറയുന്നത് സെറ്റിനെയാണ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്, ലിസ്റ്റിനെ അല്ല. ശരിയല്ലേ? അപ്പൊ ഇവിടെ സെറ്റ് എന്നേ കൊടുക്കാൻ പാടുള്ളൂ, ലിസ്റ്റ് എന്ന് കൊടുക്കാൻ പാടില്ല. അപ്പൊ ഇങ്ങനെ കൊടുത്താൽ എററാണ് അല്ലെ. ഇങ്ങനെ കൊടുക്കാൻ പാടില്ല. ഞാനപ്പോ കൊടുക്കുമ്പോൾ ഹാഷ് സെറ്റ് എന്തിനെയാണ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് അത് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഇവിടെ ലിസ്റ്റിന് പകരം സെറ്റ് എന്നായിരിക്കണം കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ചിലപ്പോ എന്തെങ്കിലും ഇതിനകത്ത് എന്തെങ്കിലും എറർ ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. നിങ്ങൾക്ക് ജസ്റ്റ് ഇത് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് ഏത് ഇന്റർഫേസിനാണോ അതേ ഇവിടെ റെഫറൻസ് ആയിട്ട് കൊടുക്കാൻ പാടുള്ളൂ. മനസ്സിലായല്ലോ? ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു മാപ്പ് ഹൈറാർക്കിയുടെ ഒബ്ജക്റ്റ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അത് മാപ്പ് ഒബ്ജക്റ്റ് ആയിരിക്കും. അതുപോലെ കളക്ഷൻ ഹൈറാർക്കിയുടെ ഒബ്ജക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അത് കളക്ഷൻ ഒബ്ജക്റ്റ് ആയിരിക്കും. ഇത്രയാണ് ഇതിൻ്റെ അകത്ത് ജനറൽ ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ കളക്ഷൻ ഫ്രെയിംവർക്ക് ഹൈറാർക്കിയിലെ കളക്ഷൻ ഹൈറാർക്കി, മാപ്പ് ഹൈറാർക്കി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. താങ്ക് യു.